ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറയുന്ന SCRT ചാപ്റ്റർ ആണ്. അപ്പൊ അകറ്റി നിർത്താം രോഗങ്ങളെ നമ്മൾ ഓൾറെഡി മുന്നേ ഒരു ദിവസം കമ്പൈൻ സ്റ്റഡിയിലൂടെ കുറച്ച് ഭാഗം പഠിച്ചിരുന്നു. നമുക്ക് എന്തായാലും ഒന്നുകൂടി അതൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഏതാണ്? 5ാം ക്ലാസ്സിലെ അകറ്റി നിർത്താൻ രോഗങ്ങൾ. ഇതേ സെയിം പേരിൽ തന്നെ 10ാം ക്ലാസ്സിലും അകറ്റി നിർത്താൻ രോഗങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഇത് നമ്മുടെ സിലബസിനകത്ത് 1 സെക്കൻഡ് ഞാൻ ഇവിടെ നിന്ന് അന്നോട്ട് ചെയ്യാനുള്ള സംഭവം വെച്ചോട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് SCRTയിൽ ഈ 2 ചാപ്റ്റർ ആണ്. ഏതാണ്? നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പം നമ്മുടെ സിലബസിനകത്ത് രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിപ്പം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ NCRT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ +2 ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് നോക്കാം അകറ്റി നിർത്താൻ രോഗങ്ങളെ. ഇത് നമ്മുടെ ലക്ഷ്യയുടെ ബുക്കാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. ലക്ഷ്യയുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് പുതിയ എഡിഷൻ അവർ ഇറക്കിയതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നല്ലൊരു ബുക്കാണ് വെച്ചാൽ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഫില്ല് ചെയ്ത് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് തന്നെ കംപ്ലീറ്റ് ചെയ്താൽ മതി, വേറെ ബുക്കിൻ്റെ പുറകെ ഒന്നും പോകണ്ട. ഓക്കെ, അപ്പം സൂക്ഷ്മ ജീവികൾ. എന്താണ് സൂക്ഷ്മ ജീവികൾ എന്ന് പറയുന്നത്? വൈറസ്, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ ചിലതിൻ്റെ പ്രവർത്തനമാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം എന്തിൻ്റെയൊക്കെയാണ്? വൈറസ്, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ ചിലതിൻ്റെ പ്രവർത്തനമാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്? രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. സൂക്ഷ്മജീവികൾ രോഗമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുമ്പോഴാണ് രോഗം പടരുന്നത്. ഓക്കെ അല്ലേ? സൂക്ഷ്മജീവികൾ രോഗമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുമ്പോഴാണ് രോഗം പടരുന്നത്. രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവികൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? വായുവിലൂടെ എത്താം, ഭക്ഷണത്തിലൂടെ എത്താം, പിന്നെന്താണ്? വെള്ളത്തിലൂടെ എത്താം, ജീവികൾ വഴി എത്താം. അപ്പം എന്താണ്? വെള്ളത്തിലൂടെ, ഭക്ഷണത്തിലൂടെ, വായുവിലൂടെ, ജീവികളിലൂടെ, ഇങ്ങനെ പല രീതിയിലാണ് നമ്മുടെ സൂക്ഷ്മജീവികൾ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത്, നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ പകരുന്ന രീതികൾ വായുവിലൂടെ ആണെങ്കിൽ എങ്ങനെയാണ്? ഏതൊക്കെ അസുഖങ്ങളാണ് വായുവിലൂടെ പകരുന്നത്? ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം. PSC ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പ്രീവിയസ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയ ആണ്, കാണാതെ പഠിക്കുക കേട്ടോ. ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം ഇത്രയും വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അതുപോലെ എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം എന്നിവ വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണ്. എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണ്. അതുപോലെ കോളറ, വയറിളക്കം, കോളറയും വയറിളക്കവും ഈച്ച മുഖേന വരുന്ന രോഗങ്ങളാണ്. അതായത് ജീവികളിലൂടെ വരുന്ന രോഗങ്ങളിൽ പെടുന്നതാണ്. അതുപോലെ കൊതുക് മുഖേന, കൊതുക് വരുത്തുന്നതാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവ. ഓക്കെ, ഇനി സമ്പർക്കം മുഖേനയാണ് നമുക്ക് ചെങ്കണ്ണ്, കുഷ്ഠം തുടങ്ങിയ രോഗങ്ങൾ വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു പെട്ടി നിങ്ങൾ നല്ല രീതിയിൽ കാണാതെ പഠിച്ചു വെക്കുക. PSC ചോദ്യങ്ങൾ ഇവിടുന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി പകർച്ചവ്യാധികൾ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. ഓക്കെ, ജലദോഷം, ചെങ്കണ്ണ്, കോളറ, ടൈഫോയിഡ്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മന്ത്, മഞ്ഞപ്പിത്തം, എലിപ്പനി ഇതൊക്കെ പകർച്ചവ്യാധികൾക്ക് ഉദാഹരണമാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. ജലദോഷം, ചെങ്കണ്ണ്, കോളറ, ടൈഫോയിഡ്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മന്ത്, മഞ്ഞപ്പിത്തം, എലിപ്പനി എന്നിവ പകർച്ചവ്യാധികളാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഡ്രൈ ഡേ. നമ്മൾ ഡ്രൈ ഡേ എന്ന് പറഞ്ഞ് ആചരിക്കുന്നത് എന്തിനാണ്? കൊതുകിനെ നമുക്ക് ഇല്ലാതാക്കണം അല്ലേ? നമുക്ക് അസുഖങ്ങൾ വരുത്തും. അതുകൊണ്ടാണ് ആ ഒരു ദിവസം നമ്മൾ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നത്. കൊതുകിന്റെ മുട്ട വിരിയുന്നത് എത്ര ദിവസം കൊണ്ടാണ്? 8 ദിവസം കൊണ്ടാണ്. PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കൊതുകിന്റെ മുട്ട വിരിയുന്നത് എത്ര ദിവസം കൊണ്ടാണ്? 8 ദിവസം കൊണ്ടാണ്. അപ്പോൾ കൊതുകിന് മുട്ടയിടാൻ സാധ്യതയുള്ള ചിരട്ട, കളിപ്പാട്ടങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, മുട്ടത്തോട് എന്നിവയുടെ എല്ലായിടത്തും ചെടിച്ചട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം, ടെറസും അതേണക്ക് വെള്ളം എവിടെയൊക്കെ കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ടോ അവിടെ എല്ലാം എന്ത് ചെയ്യുക? അതെല്ലാം കമത്തി കളഞ്ഞ് നമ്മൾ കൊതുകിനെ വളരുന്നത് തടയുക. അതിനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ആചരിക്കുക. അതിനെയാണ് ഡ്രൈ ഡേ എന്നുകൊണ്ട്
ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി രോഗകാരികളും അവ ഉണ്ടാക്കുന്ന രോഗങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതും PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഈ ബോക്സ് നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. അപ്പൊ എന്താണ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, പിന്നെ വിരകൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന രോഗകാരികൾ. ഇതില് കോളറ, ടൈഫോയിഡ്, ഡിഫ്തീരിയ, എലിപ്പനി, പ്ലേഗ്, കുഷ്ഠം, ടെറ്റനസ്, വില്ലൻ ചുമ, ക്ഷയം എന്നിവ ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന രോഗങ്ങളാണ്. കോളറ, ടൈഫോയിഡ്, ഡിഫ്തീരിയ, എലിപ്പനി, പ്ലേഗ്, കുഷ്ഠം, ടെറ്റനസ്, വില്ലൻ ചുമ, ക്ഷയം എന്നിവ ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ഓക്കെ അല്ലേ? ഇനി വൈറസ് രോഗങ്ങളാണ് ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ്, ചിക്കൻ ഗുനിയ, എയ്ഡ്സ്, ജലദോഷം, മഞ്ഞപ്പിത്തം, മുണ്ടിനീര്, പിള്ളവാതം, പക്ഷിപ്പനി, പേവിഷബാധ, എബോള, പന്നിപ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുക, ബാക്ടീരിയയും വൈറസും ആണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. കോളറ, ടൈഫോയിഡ്, ഡിഫ്തീരിയ, എലിപ്പനി, പ്ലേഗ്, കുഷ്ഠം, ടെറ്റനസ്, വില്ലൻ ചുമ, ക്ഷയം ബാക്ടീരിയ രോഗങ്ങളാണ്. ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ്, ചിക്കൻ ഗുനിയ, എയ്ഡ്സ്, ജലദോഷം, മഞ്ഞപ്പിത്തം, മുണ്ടിനീര്, പിള്ളവാതം, പക്ഷിപ്പനി, പേവിഷബാധ, എബോള, പന്നിപ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. ഓക്കെ, ഇനി ചുണങ്ങും വട്ടച്ചൊറിയും ഫംഗസ് രോഗമാണ്. ചുണങ്ങ്, വട്ടച്ചൊറി ഫംഗസ് രോഗമാണ്. പ്രോട്ടോസോവ വരുത്തുന്ന രോഗങ്ങളാണ് മലമ്പനിയും അമീബിയാസിസും കേട്ടോ. അമീബിയാസിസും മലമ്പനിയും എന്താണ്? പ്രോട്ടോസോവ രോഗങ്ങളാണ്. മന്ത്, വിളർച്ച, വയറുവേദന വിരകൾ വഴി ഉണ്ടാകുന്ന രോഗമാണ്. ഓക്കെ അല്ലേ? ഇനി രോഗം പകരുന്ന രീതികളാണ് നോക്കുന്നത്. കൊതുക് മുഖേന എന്താണ് നമുക്ക് എങ്ങനെയൊക്കെ മുൻകരുതൽ എടുക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക, കൊതുക് വല ഉപയോഗിക്കുക, ടാങ്കുകളിൽ ഗപ്പി മീനിനെ വളർത്തുക, മോസ്കിറ്റോ ബാറ്റ് ഉപയോഗിക്കുക. ഇത്രയാണ് കൊതുക് മുഖേന വരുന്ന രോഗങ്ങൾ തടയാനുള്ള വഴികൾ. ഓക്കെ, ഇനി ഈച്ച മുഖേനയാണെങ്കിൽ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക, ഭക്ഷണം അടച്ചു സൂക്ഷിക്കുക, മാലിന്യങ്ങൾ തുറസായ സ്ഥലങ്ങളിൽ ഇടാതിരിക്കുക എന്നിവ ഈച്ച മുഖേന വരുന്ന രോഗങ്ങളെ തടയാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താലായിട്ട് സാധിക്കും. ഓക്കെ, ഇനി തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, പഴകിയ ആഹാര വസ്തുക്കൾ കഴിക്കാതിരിക്കുക, ആഹാരം അടച്ചു വയ്ക്കുക എന്നിവയിലൂടെ എന്താണ് നമുക്ക് ജലം വഴിയും ആഹാരം വഴിയും വരുന്ന അസുഖങ്ങളെ തടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ രോഗബാധിതരുമായി മറ്റുള്ളവർ അധികം സഹകരിക്കാതിരിക്കുക, രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങൾ, മറ്റു വസ്തുക്കൾ എന്നിവ മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കുക എന്നിവ വഴി നമുക്ക് സമ്പർക്കത്തിലൂടെ വരുന്ന രോഗങ്ങളെയും ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും മൂക്കും വായും പൊതിയുക, പൊതുസ്ഥലത്ത് തുപ്പാതിരിക്കുക, രോഗം ഭേദമാകുന്നതുവരെ പുറത്തു പോകാതിരിക്കുക എന്നിവയിലൂടെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ നമുക്ക് തടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മുടെ ജൈവാവശിഷ്ടങ്ങളെല്ലാം ജീർണിച്ച് മണ്ണിൽ ചേരുന്നത് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പൊ ജൈവാവശിഷ്ടങ്ങളെല്ലാം ജീർണിച്ച് മണ്ണിൽ ചേരുന്നത് ആരുടെ പ്രവർത്തനം കാരണമാണ്? ബാക്ടീരിയയുടെ പ്രവർത്തനം കാരണമാണ്. ഓക്കെ, അപ്പൊ ജൈവാവശിഷ്ടങ്ങളെല്ലാം ജീർണിച്ച് മണ്ണിൽ ചേരുന്നത് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും പ്രവർത്തനം കാരണമാണ്. അപ്പൊ സൂക്ഷ്മ ജീവികളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഭൂമുഖത്തെ ശുചിയാക്കുന്നതിനോടൊപ്പം സസ്യങ്ങൾക്ക് വേണ്ട പോഷകങ്ങൾ നൽകുകയും ചെയ്യുന്നു. അപ്പൊ സൂക്ഷ്മാണു കൊണ്ടുള്ള ചില പ്രയോജനങ്ങളാണ് എന്തൊക്കെ ഈ താഴെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? പാൽ തൈരാകുന്നു, അരിമാവ് പുളിക്കുന്നു, അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി ചേർക്കുന്നു, വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു, പാൽ ഉൽപ്പന്നങ്ങൾ, വിനാഗിരി, ചണം, പുകയില, തുകൽ തുടങ്ങിയവയുടെ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ചികിത്സാ രംഗത്തും പ്രയോജനപ്പെടുത്തുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് ഉപദ്രവകാരികളായിട്ടുള്ള സൂക്ഷ്മ ജീവികളെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. എന്താണ് ഉപദ്രവകാരിയായിട്ടുള്ള സൂക്ഷ്മ ജീവികൾ നമുക്കുണ്ട്. ഓക്കെ, ഉപദ്രവം ഉണ്ടാക്കുന്നതും ഉണ്ട്, ഉപദ്രവം ഇല്ലാത്തതും ഉണ്ട്. ഉപദ്രവം ഇല്ലാത്തതിന്റെ കാര്യമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. എന്താണ് ഈ പറയുന്ന നമുക്ക് ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഈ ഉപദ്രവകാരികളായിട്ടുള്ള സൂക്ഷ്മ ജീവികളാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഒരേപോലെ
ഒരേപോലെ അല്ല. അതിനാൽ ഒരേ ചുറ്റുപാടിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ രോഗങ്ങൾ ബാധിക്കണമെന്നില്ല. ഓക്കെ, അപ്പൊ രോഗാണുക്കളെ പ്രതിരോധിക്കുന്നതിൽ നമ്മുടെ ശരീരം പരാജയപ്പെടുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറയുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് അസുഖങ്ങൾ വന്ന് ചേരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി സൂപ്പർ ബഗ് എന്ന് പറയുന്ന ബാക്ടീരിയയെ പറ്റി നോക്കാം. ഇത് നമുക്ക് ഉപകാരം ചെയ്യുന്ന ബാക്ടീരിയയാണ് കേട്ടോ. ഉപകാരിയായിട്ടുള്ള ബാക്ടീരിയയാണ് സൂപ്പർ ബഗ്. കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണച്ചോർച്ച മൂലം കടൽ മലിനമാകുന്നത് തടയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളായിട്ടുള്ള സൂപ്പർ ബഗിനെ. ഓക്കെ, അപ്പൊ ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൂപ്പർ ബഗുകളെ വികസിപ്പിച്ചത് ഇന്ത്യൻ വംശജനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് എന്ത് ചെയ്തത്? സൂപ്പർ ബഗിനെ വികസിപ്പിച്ചത്. ഓക്കെ, ഇനി പ്രതിരോധ കുത്തിവെപ്പുകൾ എന്തൊക്കെയാണ്? വാക്സിനേഷൻസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കറണ്ട് അഫയേഴ്സും കൂടെ പഠിക്കണം കേട്ടോ. ഈ ഒരു ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സ് പ്രാധാന്യമുള്ള ടോപ്പിക്കാണ്. വേണമെങ്കിൽ SCERT എന്നുള്ള ചോദ്യം വരാം, അല്ലെങ്കിൽ NCERT എന്നുള്ള ചോദ്യം വരാം. ഇതും കഴിഞ്ഞിട്ട് വരുന്നത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളായിരിക്കും. നിങ്ങൾക്കറിയാം നിപ്പ, കൊറോണ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വാക്സിൻസ് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിൽ നിന്ന് വരാവുന്നതാണ്. ഓക്കെ, ഈ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്യമായ കഴിവ് നേടിക്കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്ന സർവ്വസാധാരണ രീതിയാണ് പ്രതിരോധ കുത്തിവെപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ആ ഒരു കുത്തിവെപ്പിന് ഉപയോഗിക്കുന്ന വാക്സിൻസ്, എന്തിനാണ് ഉപയോഗിക്കുന്നത്, എപ്പോഴാണ് നൽകേണ്ടത് നമുക്ക് നോക്കാം. ആദ്യത്തെ വാക്സിൻ BCG വാക്സിൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് BCG വാക്സിൻ? എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്തിനാണ്? ക്ഷയരോഗത്തിന് ഉപയോഗിക്കുന്ന വാക്സിനാണ് BCG. ക്ഷയരോഗികൾക്ക് ക്ഷയരോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്സിനാണ് BCG എന്ന് പറയുന്നത്. ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വാക്സിനാണ് BCG. ഓക്കെ അല്ലേ? അതുപോലെ സീറോ ഡോസ് OPV, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. OPV വാക്സിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പോളിയോ തടയാനായിട്ട്, പോളിയോയ്ക്ക് പ്രതിരോധത്തിനായിട്ടാണ് OPV വാക്സിൻ ഉപയോഗിക്കുന്നത്. ഓറൽ പോളിയോ വാക്സിൻ എന്നാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. ഇതും ജനിച്ച ഉടനെയാണ് കൊടുക്കുന്നത്. അടുത്ത ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ ഉണ്ട്. അത് മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കാനായിട്ടാണ്. അതും ജനിച്ച ഉടനെ തന്നെ കൊടുക്കുക. അപ്പം 3 വാക്സിൻസ് ഉണ്ട്: BCG, OPV, ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ. ഇത് 3 ജനിച്ച ഉടനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പെൻഡാവാലന്റ് 1ഉം OPV 1ഉം ഇത് ഒരുമിച്ചാണ് വരുന്നത് കേട്ടോ. പെൻഡാവാലന്റ് 1 എന്തിനാണ്? ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്, ന്യൂമോണിയ, ഹീമോഫീലിയ, ഇൻഫ്ലുവൻസ, മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ടാണ് പെൻഡാവാലന്റ് 1 എടുക്കുന്നത്. ജനിച്ച് 6 ആഴ്ച തികയുമ്പോഴാണ് നമ്മളിത് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം ജനിച്ചു കഴിഞ്ഞിട്ട് 1.5 മാസം കഴിയുമ്പോഴാണ് അടുത്ത വാക്സിൻ എടുക്കുന്നത്. ഏതാണ്? പെൻഡാവാലന്റും OPV എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ ആണെന്ന് പഠിച്ചു വെച്ചേക്കുക. പോളിയോയ്ക്ക് ഉള്ളത്. അപ്പൊ പോളിയോയുടെ 1ാമത്തെ ഡോസും അടുത്ത പെൻഡാവാലന്റിന്റെ 1ാമത്തെ ഡോസും ആണ് 1.5 മാസം പ്രായമുള്ളപ്പം കൊടുക്കുന്നത്. അത് എപ്പോഴാണ്? എന്തിനൊക്കെയാണ് പെൻഡാവാലന്റ്? ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്, ന്യൂമോണിയ, ഹീമോഫീലിയ, ഇൻഫ്ലുവൻസ, മഞ്ഞപ്പിത്തം എന്നിവയ്ക്കാണ് പെൻഡാവാലന്റ് 1. ഓക്കെ അല്ലേ? ഇനി അടുത്ത പെൻഡാവാലന്റ് 2, അതിന്റെ കൂടെ തന്നെ OPV 2 കൊടുക്കും. അപ്പൊ OPV ഇനി പറയണ്ടല്ലോ പോളിയോയ്ക്കാണെന്ന്. പെൻഡാവാലന്റും സെയിം സംഭവം തന്നെ. അതിന്റെ അടുത്ത ഡോസ്, 2ാമത്തെ ഡോസ് ജനിച്ച് 10 ആഴ്ച, അതായത് 2.5 മാസം. ഇവിടെ 1.5 മാസം, അടുത്ത 2.5 മാസമാണ്, അടുത്ത 3.5 മാസമാണ്. അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പെൻഡാവാലന്റ് 2 എന്ന് പറയുമ്പോഴത്തേക്ക് 2 തുടങ്ങണം, 2.5 മാസം. പെൻഡാവാലന്റ് 1 എന്ന് പറഞ്ഞാൽ 1 തുടങ്ങണം, 1.5 മാസം. ഓക്കെ, അപ്പം അടുത്തത് പെൻഡാവാലന്റ് 3 സെയിം തന്നെയാണ്. 3 ആണെങ്കിൽ 3 തുടങ്ങണം, 3.5 മാസം പ്രായമുള്ളപ്പോഴാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് 3 വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ മീസിൽസ് 1 ഡോസ്, മീസിൽസിന്റെ 1ാം ഡോസും വിറ്റാമിൻ എയുടെ 1ാം ഡോസും കൊടുക്കും. മീസിൽസ് 1ാം ഡോസ് എന്തിനാണ്? അപ്പൊ മീസിൽസ് 5ാം പനിക്കെതിരെ കൊടുക്കുന്ന വാക്സിനാണ്. മീസിൽസ് 1 എന്ന് പറഞ്ഞാൽ 5ാം പനിക്കെതിരെ കൊടുക്കുന്ന വാക്സിനാണ്. ജനിച്ച് 9 മാസം തികയുമ്പോഴാണ് കൊടുക്കുന്നത് കേട്ടോ. 9 മാസം തികയുമ്പം കുഞ്ഞിനെടുക്കുന്ന വാക്സിൻ ഏതാണ്? മീസിൽസ് 1 വാക്സിനാണ്. ഇനി വിറ്റാമിൻ എയുടെ ഡോസ് 1 എപ്പോഴാണ് കൊടുക്കുന്നത്? അതും ജനിച്ച് 9 മാസം പ്രായമുള്ളപ്പോഴാണ് കൊടുക്കുന്നത്. കണ്ണിന്റെ ആരോഗ്യത്തിനാണ് വിറ്റാമിൻ എയുടെ വാക്സിൻ എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത MMR വാക്സിൻ എന്തിനാണ്? മുണ്ടിനീര്, മംസ്, റൂബല്ല. എന്താണ്? മുണ്ടിനീര്, 5ാം പനി, റൂബല്ല. എന്താണ്? മീസിൽസ്,
മീസിൽസ് ആണ് 5-ാം പനി, മീസിൽസ് ആണ് 5-ാം പനി. റൂബല്ല പിന്നെന്താണ് മുണ്ടിനീര്, മംസ്, മീസിൽസ്, റൂബല്ല, MMR. ഓക്കെ, MMR വാക്സിൻ മംസ്, മീസിൽസ്, റൂബല്ല അല്ലെങ്കിൽ മുണ്ടിനീര്, 5-ാം പനി, റൂബല്ലയ്ക്കാണ് എടുക്കുന്നത്. 1 വയസ്സും 3 മാസം ഉള്ളപ്പോഴാണ് എടുക്കേണ്ടത്. 1 വയസ്സും 3 മാസം ഉള്ളപ്പം കുഞ്ഞിന് കൊടുക്കുന്ന വാക്സിൻ ആണ് MMR വാക്സിൻ. ഓക്കെ അല്ലേ? അടുത്ത DPT എന്തിനാണ്? ഡിഫ്തീരിയ, എന്താണ് P പെർട്ടൂസിസ്, പിന്നെന്താണ് T ടെറ്റനസ്, അങ്ങനെയാ പോകുന്നത്. ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ കേട്ടോ. ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ, അതാണ് DPTയുടെ ഫുൾ ഫോം ആയിട്ടുള്ളത്. DPT വാക്സിൻ എന്തിനാണ്? ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ എന്നിവയ്ക്കാണ് എടുക്കുന്നത്. കുഞ്ഞിന് 1.5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അത് കൊടുക്കുന്നത്. 9 മാസം 1.25, 1 വയസ്സും 1/4, 1/4. അടുത്ത എന്താണ്? 1.5, പിന്നെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് 1.5 ആയപ്പോഴാണ് അടുത്തത് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് നമ്മുടെ ഫസ്റ്റ് ബൂസ്റ്റർ പോളിയോയ്ക്ക് വേണ്ടിയാണ്. അതും കുഞ്ഞിന് 1.5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് കൊടുക്കേണ്ടത്. 2-ാം ഡോസ് മീസിൽസും കൊടുക്കുന്നത് എപ്പോഴാണ്? അതും കുഞ്ഞിന് 1.5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. ഇത് ഇച്ചിരി പാടാണ് പഠിക്കാൻ, കാണാതെ പഠിക്കുക, അല്ലാതെ വേറെ വഴിയില്ല കേട്ടോ. ഓക്കെ, അടുത്ത വിറ്റാമിൻ A 9 പ്രാവശ്യം. വിറ്റാമിൻ A 9 പ്രാവശ്യം കൊടുക്കും. അത് കണ്ണിന്റെ ആരോഗ്യത്തിന് എപ്പോഴാണ്? 9 മാസം ഉള്ളപ്പം, 1.5 വയസ്സ്, 2, 2.5, 3, 3.5, 4, 4.5, 5. മനസ്സിലായി? 6 മാസം കൂടുമ്പം എടുത്തെടുത്ത് പോവും. ഓക്കെ, അപ്പോൾ 1, 1.5, 2, 2.5, 3, 3.5, 4, 4.5, 5 അത്രയാണ്. അങ്ങനെ 9 പ്രാവശ്യം നമ്മുടെ വിറ്റാമിൻ എയുടെ വാക്സിൻ എടുക്കും. അടുത്തത് DPT ബൂസ്റ്റർ പിന്നെ 5-ാം വയസ്സിലേ എടുക്കത്തുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് വേറെ ഒന്നുമില്ല. അപ്പം നമ്മൾ നേരത്തെ ഒരു വിറ്റാമിൻ എയുടെ 1-ാം ഡോസ് ഇവിടെ പറഞ്ഞു 9 മാസം ഉള്ളപ്പം. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന 9 മാസം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര പ്രാവശ്യം എടുക്കും? 9 പ്രാവശ്യമാണ് എടുക്കുന്നത്. അപ്പൊ അവിടെ ഒരു ചോദ്യം ഒളിഞ്ഞെടുപ്പുണ്ട്. വിറ്റാമിൻ A വാക്സിൻ എത്ര തവണയാണ് എടുക്കുന്നത്? എത്ര പ്രാവശ്യമാണ് എടുക്കുന്നത്? 9 പ്രാവശ്യമാണ് വിറ്റാമിൻ A വാക്സിൻ എടുക്കുന്നത്. 9, 1.5, 2, 2.5, 3, 3.5, 4, 4.5, 5. ഓക്കെ അല്ലേ? ഇനി ഈ പറയുന്ന ഇത് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാനുള്ള വാക്സിൻ DPTയുടെ ബൂസ്റ്റർ ആണ്. ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമയുണ്ട് കേട്ടോ. വില്ലൻ ചുമയുണ്ട് DPT എന്ന് പറയുമ്പോൾ. അത് 5 വയസ്സുള്ളപ്പോഴാണ് അത് എടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ 10 വയസ്സിലാണ് ടെറ്റനസിന്റെ വാക്സിൻ ആണ്. ഓക്കെ, ഇവിടെ ഡിഫ്തീരിയ, ടെറ്റനസേ ഉള്ളൂ DPT ബൂസ്റ്ററിൽ. TT വാക്സിൻ ആണ് പിന്നെ അടുത്ത് എടുക്കുന്നത്. TT വാക്സിൻ ടെറ്റനസിന് എതിരെ എടുക്കുന്നതാണ്. ഓക്കെ, ടെറ്റനസ് ഇവിടെ ടെറ്റനസിന്റെ വാക്സിനാണ് നമ്മൾ 5 വയസ്സിലും കൊടുത്തത്. അവിടെ ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടൂസിസ്, വില്ലൻ ചുമയ്ക്കുള്ളതാണ് DPT വാക്സിൻ. അതിന്റെ ബൂസ്റ്റർ ഡോസ് ആണ് 5 വയസ്സിൽ എടുക്കുന്നത്, മറന്നുപോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ TT വാക്സിൻ മാത്രമേ ഉള്ളൂ. ടെറ്റനസിന്റെ വാക്സിൻ 1-ാം ഡോസും 2-ാം ഡോസും അടുപ്പിച്ച് കൊടുക്കും. 1-ാം ഡോസ് 10 വയസ്സിലും 2-ാം ഡോസ് 16 വയസ്സിലുമാണ് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. അപ്പൊ ആ വാക്സിൻസ് ഏത് രോഗത്തിനാണ് എന്നുള്ളത് ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. അടുത്തത് വ്യക്തി ശുചിത്വവും സമൂഹ ശുചിത്വവും. വ്യക്തി ശുചിത്വം എന്താണ്? ആഹാരം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈയും വായും കഴുകുക, വസ്ത്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, ഭക്ഷണ പദാർത്ഥങ്ങൾ മൂടി സൂക്ഷിക്കുക, പഴങ്ങൾ കഴുകിയ ശേഷം മാത്രം കഴിക്കുക, ടോയ്ലറ്റിൽ പോയ ശേഷം കൈകൾ സോപ്പും വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കുക, 2 നേരം കുളിക്കുക, രാവിലെയും രാത്രിയും പല്ല് തേക്കുക. ഓക്കെ, കടകളിൽ തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണം വാങ്ങി കഴിക്കാതിരിക്കുക. അതുകൊണ്ട് അടുത്ത സാമൂഹിക ശുചിത്വം എന്താണ്? സ്വന്തം വീട്ടിലെ മാലിന്യങ്ങൾ പൊതുനിരത്തുകളിലേക്ക് വലിച്ചെറിയാതിരിക്കുക. ആരും ചെയ്യാത്ത കാര്യമാണ്. അടുത്ത മാംസാവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളും ജലാശയങ്ങളിൽ തള്ളാതിരിക്കുക. ഇത്തരം മാലിന്യങ്ങൾ പ്രത്യേക സ്ഥലത്ത് വെച്ചിരിക്കുന്ന പാത്രങ്ങളിൽ ഇടണം. ഇങ്ങനെ ഇടുമ്പോൾ ജീർണിക്കുന്നവയും അല്ലാത്തവയും പ്രത്യേക പാത്രങ്ങളിലാണ് ഇടേണ്ടത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ചാപ്റ്റർ, അതായത് 5-ാം ക്ലാസ്സിലെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം അടുത്ത പാർട്ടായിട്ട് നമുക്ക് എടുക്കാം.